മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സഫൈസ് ടു സേ ദാറ്റ് ആൻ എക്സ്പീരിയൻസ്ഡ് സ്പെഷ്യൽ ജഡ്ജ്, ഇത്രയും ഒരു എക്സ്പീരിയൻസ്ഡ് ആയ സ്പെഷ്യൽ ജഡ്ജ് ഷുഡ് ഹാവ് ബീൻ മോർ കെയർഫുൾ ഇൻ ദീസ് മാറ്റേഴ്സ്. ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ കെയർഫുൾ ആയിരിക്കണം. എസ്പെഷ്യലി വെൻ ദ അക്യൂസ്ഡ് ഹാഡ് അപ്രോച്ച്ഡ് ദ കോർട്ട്. ഇതിൻ്റെ റിവിഷൻ പെറ്റീഷണർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു, സീക്കിംഗ് ട്രാൻസ്ഫർ ഓഫ് ദി കേസ് ആട്രിബ്യൂട്ടിംഗ് ബയാസ് ഓൺ ദ സ്പെഷ്യൽ ജഡ്ജ്. സ്പെഷ്യൽ ജഡ്ജ് ഈ വിഷയത്തിൽ ബയാസ്ഡ് ആണ്, മറ്റുള്ളവർക്ക് വേണ്ടി അദ്ദേഹം മുറവിളി കിട്ടുന്നുണ്ട് എന്നത് ആ ഒരു യഥാർത്ഥത്തിൽ ഇദ്ദേഹം വിധിച്ച വിധി ആ സമയത്തുള്ള റൂളിങ്സിനെതിരാണ്, ആ സമയത്തുള്ള സുപ്രീം കോടതിയുടെ റൂളിങ്സിനെതിരാണ്, നിലവിലെ സ്റ്റാറ്റസിന് എതിരാണ്. ആ എതിരായതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ആ വിഷയത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളത്. അങ്ങനെ എതിരായിരുന്നുവെങ്കിൽ മിസ്റ്റർ കമാൽ പാഷ സാർ, നിങ്ങൾ എന്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയിട്ടില്ല? ഹൈക്കോടതി വിധിച്ച വിധിയാണെങ്കിൽ താങ്കൾ ഇത്രയും വലിയൊരു നിയമ പണ്ഡിതനാണല്ലോ. സെക്ഷൻ CRPC 390 പ്രകാരം നിങ്ങൾ എഴുതിയിട്ടുള്ള ഓർഡർ പ്രകാരം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ ട്രയൽ നേരിടണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിധിച്ച ഓർഡർ, ആ ഓർഡർ ഹൈക്കോടതി പാടെ തള്ളിയപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ റിവിഷൻ പെറ്റീഷൻ അംഗീകരിക്കുകയും ചെയ്തപ്പോൾ വൈ നിങ്ങൾ എന്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയിട്ടില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ? ഇതൊരു ബേണിംഗ് ഇഷ്യൂസ് അല്ലേ? ഇത്രയും ഒരു ബേണിംഗ് ഇഷ്യൂസ് നടന്നിട്ട്, ഇത്രയും വ്യക്തിവിരോധം വെച്ച് താങ്കൾ നടന്നിട്ട്, ഇത്രയും വ്യക്തിപരമായി ബയാസ്ഡ് ആയിട്ട് നിങ്ങൾ ഉസ്താദിനെതിരെ പ്രവർത്തിച്ചിട്ട് ഈ ഒരു വിധി വന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയിട്ടില്ല, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിൽ പോയി ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല, എറൈസ് ചെയ്തിട്ടില്ല എന്ന ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യം താങ്കൾക്ക് മടക്കാൻ കഴിയുമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വെൽക്കം ടു ലീഗൽ ക്ലബ്. സംസാരിക്കുന്നത് അഡ്വക്കേറ്റ് ഉബൈദ് സഖാഫി വണ്ണക്കോട്. ചേകന്നൂർ മൗലവി കേസിൽ തിടുക്കം കാണിച്ച് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ 10ാം പ്രതിയായി പ്രതി ചേർത്ത ഫോർമർ ജസ്റ്റിസ് മുസ്തഫ കമാൽ പാഷ സാറ്, അദ്ദേഹത്തിനെതിരെ ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള ജഡ്ജ്മെൻറ്റ് ഓർഡർ കോപ്പി കഴിഞ്ഞ ദിവസം സവിസ്തരം നമ്മൾ സംസാരിച്ചു. അതിൻ്റെ ബാക്കി ഭാഗം സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. മുസ്തഫ കമാൽ പാഷ സാറ് വിധിച്ചിട്ടുള്ള ഓർഡർ, ആ ഓർഡറിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കണ്ടന്റുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചു. ഹൈക്കോടതി വിധിച്ച വിധിയിലെ അതിൻ്റെ അവസാന ഭാഗത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട്, ദ പ്രൊസീജിയർ അഡോപ്റ്റഡ് ബൈ ദ ലേൺഡ് സ്പെഷ്യൽ ജഡ്ജ് വാസ് നോട്ട് ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഇറ്റ് കനോട്ട് ബി ജസ്റ്റിഫൈഡ്. ദ ഫസ്റ്റ് ഓർഡർ ഓഫ് ദി സ്പെഷ്യൽ ജഡ്ജ് ഷോസ് ദാറ്റ് ദർ വാസ് നോ എവിഡൻസ് to satisfy the court that the revision petitioner was involved in the offense. ഹൈക്കോടതി മുസ്തഫ കമാൽ പാഷ സാറ് അദ്ദേഹം എടുത്തിട്ടുള്ള പ്രൊസീജിയർ അത് സുതാര്യമല്ലെന്നും അത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ലെന്നും ഹൈക്കോടതി ജഡ്ജ്മെൻറ്റിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയത് കാണാൻ പറ്റും. ഇതിൽ നിന്ന് വ്യക്തമാണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, അദ്ദേഹം ആ വിഷയത്തിൽ എടുത്തിട്ടുള്ള തിടുക്കം കാണിക്കൽ, അഥവാ PW1-നെയും PW2, PW3-നെയൊക്കെ സാക്ഷി വിസ്താരം നടത്തിയ സമയത്തൊന്നും ഉസ്താദിൻ്റെ പേര് പോലും ഇവിടെയില്ല. അതുപോലെ തന്നെ FIR ഇടുന്ന സമയത്തോ FIS-ലോ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയറിലോ സ്റ്റേജിലോ ചാർജിലോ കുറ്റപത്രത്തിലോ ഒന്നും കാന്തപുരം ഉസ്താദിൻ്റെ പേര് എവിടെയും പറഞ്ഞിട്ടില്ല. PW4-ൻ്റെ ചീഫ് എക്സാമിനേഷൻ നടത്തുന്ന സമയത്ത് PW4 സാക്ഷി വിസ്താരത്തിൽ കാന്തപുരം ഉസ്താദിൻ്റെ പേര് പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം ആ വിഷയത്തിൽ തിടുക്കം കാണിക്കുകയും അങ്ങനെ പ്രതി ചേർക്കാൻ വേണ്ടി അദ്ദേഹം ഓർഡർ ഇടുകയും ചെയ്തതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൽ ആ ഓർഡർ കോപ്പിയിൽ വളരെ രസകരമായ ഒരു കോട്ട് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്യാണ്. There is a substance in the argument of the learned counsel appearing for the defense that the learned special judge in the circumstance of the case could have waited at least till PW4 was cross-examined. PW4-നെ ക്രോസ് എക്സാമിനേഷൻ നടത്തുന്നത് വരെ എങ്കിലും കാത്തിരിക്കേണ്ടിയിരുന്നു എന്ന് ആ ജഡ്ജ്മെൻറ്റിൻ്റെ അവസാന ഭാഗത്ത് കോടതി നിരീക്ഷിക്കുകയാണ്. ഞാൻ എൻ്റെ വക കൂട്ടിച്ചേർത്ത് പറയുന്നതോ എൻ്റെ വക സ്വന്തമായി പറയുന്നതോ അല്ല. ദർ ഈസ് സബ്സ്റ്റൻസ് ഇൻ ദ ആർഗ്യുമെൻ്റ് ഓഫ് ദി ലേൺഡ് കൗൺസിൽ.
ലേൺഡ് കൗൺസിൽ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാദത്തിൽ വളരെ സബ്സ്റ്റൻസ് ആയൊരു കാര്യമുണ്ട്. എന്താ പറയുക? അദ്ദേഹം പറയാണ്, ദ ലേൺഡ് സ്പെഷ്യൽ ജഡ്ജ് ഇൻ ദ സർക്കംസ്റ്റൻസ് ഓഫ് ദി കേസ് കുഡ് ഹാവ് വെയിറ്റഡ് അറ്റ്ലീസ്റ്റ് ടിൽ PW4 വാസ് ക്രോസ് എക്സാമിൻഡ്. PW4നെ ക്രോസ് എക്സാമിനേഷൻ നടത്തുന്നത് വരെയെങ്കിലും വെയിറ്റ് ചെയ്യാൻ അദ്ദേഹം കാത്തിരിക്കേണ്ടിയിരുന്നു എന്നത് എത്ര വ്യക്തമാണ്. ഞാൻ പറഞ്ഞതിൻ്റെ കണ്ടൻഷനിൽ നിന്നോ എൻ്റെ കണ്ടൻഷനിൽ നിന്നോ ഒരിക്കലും ഞാൻ വ്യതിയാനം സംഭവിക്കേണ്ടതില്ല. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതിൻ്റെ കമൻട്രി ബോക്സിൽ തന്നെയും അതിൻ്റെ ഫീഡ്ബാക്കിലൂടെയും ഏറെക്കുറെ ആളുകൾക്കും ബോധ്യപ്പെട്ടതാണ് ഇതിൽ കമാൽ പാഷ സാർക്ക് വ്യക്തിപരമായ വിരോധവും വ്യക്തി താല്പര്യവും അദ്ദേഹത്തിൻ്റെ ജുഡീഷ്യൽ സംവിധാനം വളരെ ഭംഗിയായി ഉപയോഗപ്പെടുത്താൻ അദ്ദേഹം അതിന് വേണ്ട രൂപത്തിൽ അദ്ദേഹം തുനിഞ്ഞിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട് എന്നത് ഏറെ വ്യക്തമാണ്. ആ നിരീക്ഷണം തന്നെയാണ് ഹൈക്കോടതി അതിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ അവസാന ഭാഗത്ത് ഏതെങ്കിലും കണ്ടൻഷൻ്റെയോ വാദത്തിൻ്റെയോ ഭാഗത്ത് നടത്തിയെടുത്തതല്ല ഇത്, മറിച്ച് ആ ഓർഡറിൻ്റെ അവസാന ഭാഗത്ത് നിരീക്ഷണം എന്ന നിലയ്ക്ക് കോടതി തന്നെ പറയുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സഫൈസ് ടു സേ ദാറ്റ് ആൻ എക്സ്പീരിയൻസ്ഡ് സ്പെഷ്യൽ ജഡ്ജ്, ഇത്രയും ഒരു എക്സ്പീരിയൻസ്ഡ് ആയ സ്പെഷ്യൽ ജഡ്ജ് ഷുഡ് ഹാവ് ബീൻ മോർ കെയർഫുൾ ഇൻ ദീസ് മാറ്റേഴ്സ്. ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ കെയർഫുൾ ആയിരിക്കണം. എസ്പെഷ്യലി വെൻ ദ അക്യൂസ്ഡ് ഹാഡ് അപ്രോച്ച്ഡ് ദ കോർട്ട്. ഇതിൻ്റെ റിവിഷൻ പെറ്റീഷണർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു, സീക്കിംഗ് ട്രാൻസ്ഫർ ഓഫ് ദി കേസ് ആട്രിബ്യൂട്ടിംഗ് ബയാസ് ഓൺ ദ സ്പെഷ്യൽ ജഡ്ജ്. സ്പെഷ്യൽ ജഡ്ജ് ഈ വിഷയത്തിൽ ബയാസ്ഡ് ആണ്, മറ്റുള്ളവർക്ക് വേണ്ടി അദ്ദേഹം മുറവിളി കിട്ടുന്നുണ്ട് എന്നത് ആ ഒരു ആരോപണം നിലനിൽക്കെ സ്പെഷ്യൽ ജഡ്ജ് ഇത്തരമൊരു ഓർഡർ മുന്നോട്ട് വെക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം കൂടുതൽ കെയർഫുൾ ആകേണ്ടിയിരുന്നു എന്നും ഈ ഓർഡറിൻ്റെ അവസാന ഭാഗത്ത് പറയാണ്. എന്നിട്ട് പറയുന്നു ക്രിമിനൽ റിവിഷൻ പെറ്റീഷൻ ഈസ് അലൗഡ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ ഈ റിവിഷൻ പെറ്റീഷന് അലോ ചെയ്യുകയും ഉസ്താദിനെ പ്രതിസ്ഥാനത്ത് നിന്ന് ചേർക്കേണ്ടതില്ലെന്ന് വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഓർഡറിൽ പറയുന്നതും കാണാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് വളരെ കൃത്യമാണ്. കമാൽ പാഷ സാറ് മുന്നോട്ട് വെച്ച അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കളിച്ച കൃത്യമായ വ്യക്തിവിരോധം തീർക്കാൻ ജുഡീഷ്യൽ സംവിധാനത്തെ അദ്ദേഹം ഭംഗിയായി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചതാണെന്ന് വ്യക്തമാണ്. ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട തെളിവായിട്ട് ഉസ്താദിനെ പ്രതി ചേർക്കാൻ വേണ്ടി ഇവർ ഉണ്ടാക്കിയെടുത്ത തെളിവ് എന്ന് പറയുന്നത് കാന്തപുരം ഉസ്താദ് നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ, അഥവാ ചേകന്നൂർ മൗലവിയുടെ ആശയത്തെ എതിർത്തുകൊണ്ടുള്ള പ്രസംഗത്തിൻ്റെ ഓഡിയോ കാസറ്റുകൾ, 10 ഓഡിയോ കാസറ്റുകൾ. ആ 10 ഓഡിയോ കാസറ്റുകളാണ് അവർ എവിഡൻസായിട്ട് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. ഈ കോടതിയിൽ ഹാജരാക്കിയ ഈ 10 ഓഡിയോ കാസറ്റുകളിൽ അതിൽ പറയുന്ന ആശയങ്ങൾക്ക് എതിരെ ഉസ്താദിൻ്റെ ആ കാസറ്റുകളെ അവർ പ്രധാനപ്പെട്ട ഒരു എവിഡൻസായി കൊണ്ടുവന്നു. യഥാർത്ഥത്തിൽ മുസ്തഫ കമാൽ പാഷ സാറ് ഈ കാസറ്റിൽ പറഞ്ഞുള്ള കണ്ടന്റുകൾ കേൾക്കുകയോ ആ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഓർഡർ എഴുതുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ചേകന്നൂർ മൗലവിക്കെതിരെ ഒരു കാസറ്റ് ഉണ്ട് എന്ന് കേട്ടപ്പോഴേക്കും, അഥവാ ഗൂഢാലോചന ആരോപിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന രൂപത്തിലാണ് ഉസ്താദിനെ അതിലേക്ക് പ്രതി ചേർക്കുന്നത്. പക്ഷേ അതിൽ പറയുന്ന കണ്ടന്റ് ഒന്ന് വേറെയാണ്, ആരോപിച്ച ആരോപണം ഒന്ന് മറ്റൊന്നുമാണ്. ഈ കാസറ്റ് ഉണ്ട്, ഒരു സ്പീച്ച് ഡെലിവേർഡ്, ഒരു പബ്ലിക് സ്പീച്ച് നടത്തിയ കാസറ്റ് ഉണ്ട് എന്നതുകൊണ്ട് മാത്രം ഒരു എവിഡൻസ് ആയിട്ട് ഇത്രയും തരംതായുന്ന പണിയാണ് സത്യത്തിൽ ഫോർമർ ജസ്റ്റിസ് കമാൽ പാഷ സാറ് ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ ജുഡീഷ്യൽ സംവിധാനത്തെ അദ്ദേഹത്തിൻ്റെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനും അതിനെ അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ എഴുതി പിടിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ സ്പെഷ്യൽ ജഡ്ജ് തസ്തിക അദ്ദേഹം നന്നായി ഉപയോഗപ്പെടുത്തിയെന്ന് തന്നെയാണ് ഈ പറയപ്പെട്ട ജഡ്ജ്മെൻറ്റ് വായിക്കുമ്പോഴും അതിൻ്റെ അവസാനത്തിൽ കോടതി നിരീക്ഷിക്കുന്നതും ആ നിരീക്ഷിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളതും. അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ആഴ്ച ക്ലബ് ഹൗസിൽ അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം കേൾക്കാനിടയായി. ഞാൻ വിധിച്ച വിധിയാണ് 5 വർഷത്തിന് ശേഷം ഞാൻ വിധിച്ച അതേ വിധി വന്നിട്ടുണ്ടെന്നത്. യഥാർത്ഥത്തിൽ ഞാൻ വീണ്ടും ആലോചിച്ചു പോവുകയാണ്. ഇദ്ദേഹം വിധിച്ച സമയത്ത് ആ സമയത്തുള്ള ഹൈക്കോടതിയുടെ വിധി, സുപ്രീം കോടതിയുടെ വിധി, കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിൻ്റെ വിധി, അതൊന്നുമല്ല അദ്ദേഹം പരിഗണിക്കുന്നത്. ഞാൻ വിധിച്ച വിധിക്ക് ശേഷം 5 വർഷത്തിന് ശേഷം ഞാൻ എന്താണോ വിധിച്ച അതേ രൂപത്തിലുള്ള വിധി വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്.
യഥാർത്ഥത്തിൽ ഇദ്ദേഹം വിധിച്ച വിധി ആ സമയത്തുള്ള റൂളിങ്സിനെതിരാണ്, ആ സമയത്തുള്ള സുപ്രീം കോടതിയുടെ റൂളിങ്സിനെതിരാണ്, നിലവിലെ സ്റ്റാറ്റസിന് എതിരാണ്. ആ എതിരായതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ആ വിഷയത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളത്. അങ്ങനെ എതിരായിരുന്നുവെങ്കിൽ മിസ്റ്റർ കമാൽ പാഷ സാർ, നിങ്ങൾ എന്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയിട്ടില്ല? ഹൈക്കോടതി വിധിച്ച വിധിയാണെങ്കിൽ താങ്കൾ ഇത്രയും വലിയൊരു നിയമ പണ്ഡിതനാണല്ലോ. സെക്ഷൻ CRPC 390 പ്രകാരം നിങ്ങൾ എഴുതിയിട്ടുള്ള ഓർഡർ പ്രകാരം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ ട്രയൽ നേരിടണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിധിച്ച ഓർഡർ, ആ ഓർഡർ ഹൈക്കോടതി പാടെ തള്ളിയപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ റിവിഷൻ പെറ്റീഷൻ അംഗീകരിക്കുകയും ചെയ്തപ്പോൾ വൈ നിങ്ങൾ എന്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയിട്ടില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ? ഇതൊരു ബേണിംഗ് ഇഷ്യൂസ് അല്ലേ? ഇത്രയും ഒരു ബേണിംഗ് ഇഷ്യൂസ് നടന്നിട്ട്, ഇത്രയും വ്യക്തിവിരോധം വെച്ച് താങ്കൾ നടന്നിട്ട്, ഇത്രയും വ്യക്തിപരമായി ബയാസ്ഡ് ആയിട്ട് നിങ്ങൾ ഉസ്താദിനെതിരെ പ്രവർത്തിച്ചിട്ട് ഈ ഒരു വിധി വന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയിട്ടില്ല, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിൽ പോയി ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല, എറൈസ് ചെയ്തിട്ടില്ല എന്ന ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യം താങ്കൾക്ക് മടക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. കാരണം എന്നിട്ട് പിന്നെ 5 വർഷത്തിന് ശേഷം ഞാൻ വിധിച്ച അതേ സെയിം വിധി വിധിച്ചു എന്ന് പറയുന്നതിലെ അഭംഗി ഈ ജുഡീഷ്യൽ സംവിധാനത്തിൽ താങ്കൾ സംസാരിക്കുമ്പോൾ, ഏതെങ്കിലും പബ്ലിക് സ്പീച്ചിൽ പോയി പറയുമ്പോൾ അത് കുഴപ്പമില്ല. അതേസമയത്ത് ഒരു ജുഡീഷ്യൽ സംവിധാനത്തിൽ താങ്കൾ ആ രൂപത്തിൽ സംസാരിക്കുമ്പോൾ ലജ്ജ തോന്നുകയാണ്. അപ്പം ഈ വിഷയത്തിൽ കാന്തപുരം ഉസ്താദിൻ്റെ വിശ്വാസപൂർവ്വം പുസ്തകത്തിൽ താങ്കൾക്കെതിരെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ എഴുതിയതിൻ്റെ പിന്നിൽ അതിൻ്റെ കൃത്യമായ അതിൻ്റെ അജണ്ട ഉള്ളതുകൊണ്ട് തന്നെയായിരിക്കുമെന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി താങ്കളുടെ പുസ്തകത്തിൽ അതിൻ്റെ മറുപടി എഴുതുന്നുണ്ടെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ആരോഗ്യകരമായ രൂപത്തിൽ അതിനെ സംവദിക്കാൻ നമ്മൾ സന്നദ്ധമാണ്, അതിന് ഒരുക്കമാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.